So a very warm good evening. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഒരു നമസ്കാരം നൽകുന്നു. നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ ഈ സായം സന്ധ്യയിൽ കൂടിയിരിക്കുന്നതിന് 2 ഉദ്ദേശങ്ങളാണുള്ളത്. So I once again, before I say everything, നിങ്ങളെല്ലാവരും നല്ലൊരു കൈയടിച്ച് ഈ ഒരു ഈവനിങ്ങിനെ നമുക്ക് വെൽക്കം ചെയ്യാം. Please everyone, please put your hands together. ഒരുപാട് വിശിഷ്ടാതിഥികളും നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ എല്ലാവരും വന്ന് ഈ ഒരു വേദി ധന്യമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളുടെ മാധ്യമപ്രവർത്തകരെല്ലാവരും ഈ ഒരു ചടങ്ങിൽ സംബന്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. മറ്റു സുഹൃത്തുക്കൾ എല്ലാവരെയും ഈ ഒരു വേദിയിലേക്ക് വെൽക്കം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട സമയം, അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരുടെയും ഒരു സാന്നിധ്യം ഒരു അനുഗ്രഹമായി നമ്മളെല്ലാവരും കണക്കാക്കുകയാണ്. നിങ്ങളെല്ലാവരും ഈ ഒരു ചടങ്ങിന് നിങ്ങളുടെ സാന്നിധ്യം വഹിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി. ഏതായാലും നമുക്ക് നമ്മളുടെ കർമ്മത്തിലേക്ക് നീങ്ങാം. ആസ് യു ഓൾ നോ, നമ്മളിവിടെ കൂടിയിരിക്കുന്നതിന് ആദ്യത്തെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളുടെ ആഡംസ് വേൾഡ് ഓഫ് ഇമാജിനേഷൻ ഒരു പുതിയ ഒരു പ്രൊഡക്ഷൻ ഹൗസ്, ഒരു പ്രൊഡക്ഷൻ ബാനറാണ്. അഭിനയ മേഖല ഒക്കെ ഒന്നും മാറിവിട്ട് ഒരല്പം വ്യത്യസ്തമായ ചിന്തയ്ക്കായിരുന്നു ചെയ്യുന്നത്, അല്ലേ ആസിഫിക്ക? അപ്പം തീർത്തും ഇതൊരു വൻ വിജയമാവൂ എന്ന് ഞാൻ ആദ്യം തന്നെ ആശംസിക്കുന്നു. ബട്ട് ബിഫോർ ദാറ്റ്, ആഡംസ് വേൾഡ് ഓഫ് ഇമാജിനേഷൻ ഈ ഒരു പ്രൊഡക്ഷൻ ഹൗസിന് നമ്മൾക്കിവിടെ 3 പേരാണ് ഇതിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ആസിഫിക്കോടൊപ്പം തന്നെ ബ്രിജേഷ് മുഹമ്മദ് ആൻഡ് സച്ചിൻ ജാഫർ. ഇവർ 3 പേരും ഇതിലൊരു സെന്റർ പില്ലറായിട്ട് ഇതിൽ പ്രവർത്തിച്ചു. ഐ കൺഗ്രാറ്റുലേറ്റ് ദം. ഇത് ഇന്ന് നമ്മൾ അതിന്റെ ഒരു ഒഫീഷ്യൽ ലോഞ്ചിന് വേണ്ടിയാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. അതുകൂടാതെ ആഡംസ് വേൾഡ് ഓഫ് ഇമാജിനേഷന്റെ ആദ്യത്തെ ഒരു പ്രോജക്റ്റ് ആണ് നമ്മളിവിടെ മൊത്തം കാണുന്ന പോസ്റ്റേഴ്സ് കോഹിനൂറിന്റെ. വിനയ് ഗോവിന്ദിന്റെ സംവിധാനം ചെയ്ത കോഹിനൂർ ചിത്രമാണ് ഫസ്റ്റ് ഒരു പ്രോജക്റ്റ് നമ്മളുടെ ആഡംസ് വേൾഡ് ഓഫ് ഇമാജിനേഷൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. സോ അതിന്റെ ഓഡിയോ ലോഞ്ചും പിന്നെ ഈ ഒരു സിനിമയെ പറ്റി കൂടുതൽ സംസാരിക്കാനും ഒരുപാട് നമ്മുടെ താരങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതിലേക്ക് പതുക്കെ വരാം. ആദ്യം നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചടങ്ങാണ് നമ്മളുടെ ആഡംസ് വേൾഡ് ഓഫ് ഇമാജിനേഷന്റെ ലോഞ്ച്. സോ അതിനായിട്ട് മറ്റാരുമല്ല, നമ്മളെല്ലാവരും നെഞ്ചിലേറ്റിയ നമ്മളുടെ സ്വന്തം മെഗാസ്റ്റാറായ മമ്മൂട്ടി സർ. പ്ലീസ് നല്ലൊരു കൈഡി, നല്ലൊരു ശബ്ദത്തോടു കൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. അലോങ് വിത്ത് ആസിഫിക്ക ആൻഡ് ബ്രിജേഷ് മുഹമ്മദ്, സച്ചിൻ ജാഫർ. വെൽക്കം. നമസ്കാരം സർ. താങ്കളുടെ വിലയേറിയ സമയത്തിനായി ആദ്യം തന്നെ നന്ദി പറയുന്നു. ആൻഡ് ഓൾസോ ആസിഫിക്കയുടെ ഒപ്പം തന്നെ വർക്ക് ചെയ്ത 2 പാർട്ട്നേഴ്സ്, പ്ലീസ്. ബ്രിജേഷ് മുഹമ്മദ് ആൻഡ് സച്ചിൻ ജാഫർ. ഓൾ റൈറ്റ്. സോ ഇവർ 3 പേരാണ് നമ്മളുടെ ആഡംസ് വേൾഡ് ഓഫ് ഇമാജിനേഷന്റെ ഒരു ഇമാജിനേറ്റീവ് ക്രിയേറ്റേഴ്സ്, അല്ലേ എന്ന് പറയാം. സോ ആൻഡ് ഇത് ലോഞ്ച് ചെയ്യാനായിട്ട് നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ സ്വന്തം മമ്മുക്ക. സോ നമ്മൾക്ക് ആദ്യം തന്നെ ഇതിന്റെ ഒരു ചടങ്ങ് നമുക്ക് നിർവഹിക്കാം. ഈ ഒരു റിമോട്ടിന്റെ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്കൊരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ടായിരിക്കും. ഇത് കംപ്ലീറ്റ്ലി ഒരു പ്രസന്റേഷൻ ആണ്, ഒരു ആനിമേഷൻ പ്രസന്റേഷൻ. സോ നമ്മൾക്കതൊന്ന് കണ്ട് ആസ്വദിക്കാം.
Lights off, please. Request the lights to be off. Lightകളെല്ലാം ഒന്ന് off ആക്കണം so that the complete focus can be on the video. I request the lights to be off so that we can play the video. I request the concerned department. Thank you so much. All right, so അത് വളരെ വീഡിയോ ഓഡിയോ ആയി മാറിപ്പോയതാണ്. Not a problem, but still we can know. I request the partners to please come over. ഒരു ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു, but not a problem. Please, I request you to all of you to please kindly come forward. Shall we go for a try? നല്ലൊരു കൈയടി. Okay, so that was the 20-second ഒരു ചെറിയൊരു ആനിമേറ്ററി വീഡിയോ ആയിരുന്നു നമ്മളിപ്പോ കണ്ടത്. ഇത് നമ്മൾക്ക് ഇനി കൂടുതൽ ഇതിനെപ്പറ്റി അറിയാനായിട്ട് റിക്വസ്റ്റ് ദ പാർട്ട്നേഴ്സ് ടു പ്ലീസ് കൈൻഡ്ലി ജോയിൻ ഓവർ ഹിയർ. ആൻഡ് ഈ ഒരു പുതിയൊരു പ്രോജക്റ്റ് ആണ്, അപ്പോ ഇറ്റ് വിൽ ബി ഇൻകംപ്ലീറ്റ് വിത്തൗട്ട് യുവർ വേർഡ്സ് മാമുക്ക. അപ്പൊ 2 വാക്ക് ഈ ഒരു സംരംഭത്തെ പറ്റി സംസാരിക്കുക, അതോടൊപ്പം തന്നെ നല്ല 2 ആശംസകൾ. നമസ്കാരം. ഈ സ്വിച്ചിട്ടത് എന്റെ ഒരു കുഴപ്പം കൊണ്ടാണ് കേട്ടോ, ഇവിടെ മെക്കാനിക്കൽ പ്രോബ്ലം അല്ല, ഞാൻ മാറി സ്വിച്ചിട്ട് പോയതാണ്. സോറിയേ. വളരെ സന്തോഷം. ഇതൊക്കെ ഈ എന്താ പറയാ, ന്യൂ ജനറേഷൻ ഒന്നുമല്ല, സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറയില്ല നമ്മൾ. അതൊക്കെ നല്ല ലക്ഷണങ്ങളാണ്. അല്ലെ, കല്യാണത്തിന് മഴ പെയ്യുന്ന പോലെ ആസിഫിന്റെ കല്യാണത്തിന് മഴ പെയ്തു, അതുപോലെ ഇതൊരു നല്ല ലക്ഷണമായിട്ട് കണക്കാക്കാം. പിന്നെ ആഡംസ് വേൾഡ് ഓഫ് ഇമാജിനേഷൻ, വളരെ കാര്യമായിട്ടൊക്കെ നമ്മൾ ചിന്തിച്ച് വളരെ ഫിലോസഫിക്കലായിട്ട് ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ആഡംസ് വേൾഡ് ഓഫ് ഇമാജിനേഷനിലാണ്. ആഡം ദ ഫസ്റ്റ് ഹ്യൂമൻ ഇമാജിനേഷൻ ആയിരിക്കാം നമ്മളെ ഈ ലോകം, നമ്മളിപ്പോൾ ഇരിക്കുന്നതും നമ്മൾ ഈ ആസ്വദിക്കുന്നതും ആനന്ദിക്കുന്നതും സങ്കടപ്പെടുന്നതും സന്തോഷിക്കുന്നതും ഒക്കെ ഈ ലോകം ആദമിന്റെ സങ്കല്പം അല്ലെങ്കിൽ സ്വപ്നത്തിലുണ്ടായിരുന്ന ഒരു ലോകമായിരിക്കും. ഇത് ഈ സിനിമയും ഇല്ല, ഈ സിനിമയുടെ പുതിയ നിർമ്മാണ രംഗത്തേക്ക് ഇറങ്ങുന്ന പുതിയ ആളുകളും. ഈ സിനിമയുടെ പോസ്റ്റർ കണ്ടപ്പോൾ എനിക്ക് വലിയ ടെൻഷൻ ഉണ്ട്. എല്ലാവരും കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്, എന്നെ ചീത്ത വിളിക്കുമെന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ 80s പറഞ്ഞു. അപ്പൊ ഞാനൊക്കെ 80s ആൾക്കാരാണോ? ഞാൻ എപ്പോഴും കൂളിംഗ് ഗ്ലാസ് വയ്ക്കുന്ന ആളാ. എന്റെ ശരീരമായിട്ടൊരു
ലിങ്ക്ഡ് ആണ്. ഏതൊരു പുതിയ സിനിമയിലെ നടന്മാരും നടിമാരും പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. ജാക്കോ ബോവൻ, സംവിധായകര്, അങ്ങനെ എല്ലാവരും നിർമ്മാണ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നിർമ്മാതാവ് എന്നൊരു വേറെ ആളെ കാണാതെ നിർമ്മാണ രംഗത്ത് കൂടി ഒരു ഭാഗമാകാൻ, നിർമ്മാണത്തിന്റെ ഒരു ഭാഗമാകാൻ നമ്മുടെ കലാകാരന്മാർ ശ്രമിക്കുന്നത് നല്ല കാര്യമാണ്. കാരണം നിർമ്മാതാവ് എന്ന് പറഞ്ഞ് വേറൊരാളെ കാണുകയും അയാൾക്ക് വേണ്ടി സിനിമ എടുക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആർക്ക് വേണ്ടി പണിയെടുക്കുന്ന പോലെ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഒരുപക്ഷെ അത് ബാധിക്കും. സിബിയെ പോലുള്ള ആളുകൾ അങ്ങനെ ചിലപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. നമ്മൾ തന്നെ നമുക്ക് വേണ്ടി നമുക്കിഷ്ടമുള്ളത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തന്നെ നിർമ്മാതാക്കളാകുന്നതാണ്. നമുക്കിഷ്ടമുള്ള നമ്മുടെ ഭാവനയ്ക്കനുസരിച്ചുള്ള ആഡംസ് ഇമാജിനേഷൻസ് അല്ലേ. ഒരുപാട് സംവിധായക നടന്മാര് നിർമ്മാതാക്കളായിട്ടുണ്ട്. ഞാനും കൈവള്ളിയിട്ടുള്ള ആളാണ്. അതിലും ഓരോരുത്തർ അനുഭവിച്ചറിയട്ടെ ഒന്നും പറയാൻ നോക്കില്ല. ഏതായാലും നമുക്കൊക്കെ ആസിഫ് അലി ഒരു നല്ല നിർമ്മാതാവും ആദ്യ സംരംഭം വിജയമാകണമെന്ന് ആഗ്രഹിച്ചു വന്നവരാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ ഈ സിനിമയുടെ വിജയം ഉണ്ടാവും. വിജയത്തെ പറ്റിയുള്ള ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഉണ്ടാവും. ഒരു നല്ല സായാഹ്നം എല്ലാവർക്കും നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ. ഇന്നലെ ആയിരുന്നു, സോറി. താങ്ക് യു മാമുക. Alright, so of course ആസിഫിക്കയുടെ ഒരു രണ്ട് വാക്കില്ലാതെ നമുക്കിത് പൂർത്തീകരിക്കാനായിട്ട് പറ്റില്ല. I request ആസിഫിക്ക to please speak a few words. ഗുഡ് ഈവനിങ്, അസ്സലാമു അലൈക്കും. ശരിക്കും ഇപ്പൊ എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഇതൊരു ഫാമിലി ഫംഗ്ഷനായിട്ട് ഫീൽ ചെയ്യുന്നു. ഞാൻ എന്റെ കുടുംബം എന്ന് വിശ്വസിക്കുന്ന എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും എന്റെ കുടുംബമാണ്. സിനിമയുടെ നല്ല ജീവിതത്തിൽ തന്നെ ഒരു വലിയ സ്റ്റെപ്പ് എടുത്തു വെക്കാൻ പറ്റിയ ഒരു സന്തോഷത്തിലാണ്. അതിന് ആദ്യം തന്നെ ഞാൻ എന്റെ രണ്ട് സുഹൃത്തുക്കളോട് ഒരുപാട് നന്ദി പറയുന്നു. എനിക്ക് ഇതിനുള്ളൊരു ധൈര്യം തന്നതും എനിക്ക് എല്ലാ സപ്പോർട്ട് തന്നതും എന്റെ രണ്ട് സുഹൃത്തുക്കളാണ്, സജിനും പ്രജീഷും. ഒരുപാട് നന്ദിയുണ്ട്. സിനിമ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച സിനിമയിൽ വന്നതാണ്. സിനിമയിൽ നിലനിൽക്കാൻ പറ്റിയതിലും ഇപ്പോ ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ എന്നുള്ളൊരു സ്വപ്നം അച്ചീവ് ചെയ്യാൻ പറ്റിയതിലൊക്കെ ശരിക്കും സംസാരിക്കാൻ തന്നെ പറ്റുന്നില്ല. ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല. ഇത് കഴിഞ്ഞ് ഒന്ന് കംഫർട്ടബിൾ ആയി കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവരോടും പേഴ്സണലി സംസാരിക്കാം. ഇപ്പോൾ മമ്മൂക്കയുടെ അടുത്ത് ഇത്ര നേരം നിന്നതിന്റെ ഒരു ടെൻഷൻ എനിക്കുണ്ട്. ഇവിടെ ഒരുപാട് പേര് മമ്മൂക്കാനെ നേരിട്ട് കാണാൻ വന്നവരാണ്. മമ്മൂക്ക ഒരുപാട് നേരം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു. അതിനൊക്കെ ഒരുപാട് നന്ദി മമ്മൂക്ക. ഓക്കെ, വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ്. All right, so all the best for this new venture and along with your amazing partners Sajin and Brajesh. Please, രണ്ട് വാക്ക്. All right, okay. So I guess നമ്മളുടെ launch ഇവിടെ നമ്മൾ പൂർത്തീകരിച്ചു. Now we go on to the next purpose. Thank you so much Asif. Once again wishing you all the very best inshallah. All right, ഇനി നമ്മളുടെ അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ മൂവിനെ പറ്റി സംസാരിക്കാനാണ്. സോ ആസ് യു ഓൾ നോ, നമ്മളുടെ ആഡംസ് വേൾഡ് ഓഫ് ഇമാജിനേഷന്റെ ബാനർ, ഈ ഒരു ബാനറിൽ ആദ്യമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് നമ്മളുടെ കോഹിനൂർ. സോ കോഹിനൂർ പ്രോജക്റ്റില് നമ്മളുടെ കഥ, തിരക്കഥ, സംഭാഷണം നമ്മള് എല്ലാം അറിയിച്ചിരിക്കുന്നത് സനിൽ മേനോൻ ആൻഡ് രഞ്ജിത്ത് കമല ശങ്കർ, ഇവർ രണ്ടുപേരും കൂടിയാണ്. അതോടൊപ്പം തന്നെ ഈ ചിത്രത്തിലെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് ഹരിനാരായൺ PK, ഗാനസംവിധാനം നമ്മൾ ചെയ്തിരിക്കുന്നത് രാഹുൽ രാജ് ആണ്. അഫ്കോഴ്സ് നമ്മളുടെ സ്റ്റാർസിനെ മെൻഷൻ ചെയ്യാതെ ഫിലിം കംപ്ലീറ്റ് ആവില്ല. ആൻഡ് വി ഹാവ് ആസിഫ് അലി, പ്രജിത്ത്, അജയ് വർഗീസ്, ചന്ദൻ വിനോദ്, വിനയ് ഫോർട്ട്, മാമുക്കോയ, ഋഷഭാവ, സുധീർ കർമന. അതോടൊപ്പം തന്നെ ഒരു പുതുമുഖമാണ് നായികയായി ചിത്രത്തിൽ എത്തിച്ചേരുന്നത്. ആൻഡ് വെരി ഗോർജിയസ് ആൻഡ് ബ്യൂട്ടിഫുൾ അപർണ വിനോദ്, റൈറ്റ്? യെസ്, സോ there we also have her. ആൻഡ് അതുകൂടാതെ നമ്മുടെ പ്രിയങ്കരിയായ ഭാവന ഇതിലൊരു ചെറിയൊരു ക്യാമിയോ റോളും ഈ ഒരു ചിത്രത്തിൽ ഒരു ഭാഗം ആവുന്നുണ്ട്. സോ ഇവരൊക്കെയാണ് നമ്മളുടെ സ്റ്റാർസ്. ഈ ഒരു സ്റ്റാർസ് ലൈനപ്പ് ചെയ്തിരിക്കുന്ന നമ്മളുടെ പോസ്റ്ററിൽ തന്നെ കാണാൻ പറ്റും. ആൻഡ് നൗ നമ്മളുടെ അടുത്ത ധർമ്മം എന്ന് പറയുന്നത് നമ്മളുടെ ഇതിന്റെ ഓഡിയോ ലോഞ്ച് ആണ്. സോ അതിനുവേണ്ടി നമ്മൾ ഈ പടത്തിന്റെ ഡയറക്ടറായ മറ്റാരുമല്ല വിനയ് ഗോവിന്ദ് സാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അലോങ് വിത്ത് അനിൽ രാധാകൃഷ്ണ മേനൻ, നീരജ് മാധവ്, our very beautiful actress Aparna Vinod, along with Rahul Raj സാറും
പിന്നെ ഇവിടെ മറ്റ് ക്ഷണം സ്വീകരിച്ചു വന്ന് എത്തിയിരിക്കുന്ന താരനിരകൾ നമ്മളുടെ സിംഗറായ വിജയ് ചേട്ടൻ, വിജയ് യേശുദാസ്, പ്ലീസ് വെൽക്കം. ആൻഡ് ഓൾസോ എല്ലാവരും സ്റ്റേജിലേക്ക് വരണം, അലോങ് വിത്ത് ആസിഫ് സർ ആൻഡ് വിജീഷ് മുഹമ്മദ്, സജൻ ജാഫർ, പ്ലീസ് എല്ലാവരും സ്റ്റേജിലേക്ക് വരണം. I request first of all നമ്മളുടെ ആസിഫിക്ക, അതോടൊപ്പം തന്നെ പടത്തിന്റെ ഡയറക്ടറായ നമ്മളുടെ വിനയ് ഗോവിന്ദ് സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിനയ് ഗോവിന്ദ് സർ, അനിൽ രാധാകൃഷ്ണൻ, അനിൽ സർ, നീരജ് മാധവ്, രാഹുൽ Raj, and yes, we have the partners also over here. ഇനിയും നമ്മൾ ക്ഷണിക്കാനായിട്ട് പോകുന്നത് very beautiful actress Adarna Vinod along with this. Please grace your presence. ഇനിയും മറ്റാരുമല്ല, നമ്മളുടെ പ്രിയങ്കരനായ മമ്മൂക്ക സർ, പ്ലീസ് വെൽക്കം. ചാക്കോച്ചൻ, പ്ലീസ് വെൽക്കം. ആൻഡ് ഓൾസോ സിബി സർ. ഇതിന്റെ വിതരണം ചെയ്തിരിക്കുന്നത് ടൈം ആഡ്സ് ആണ്. വിജേഷ് ദാസ് സർ, ലിജോ പലശ്ശേരി സർ, പ്ലീസ് വെൽക്കം. മ്യൂസിക് 24/7 സമീർ സാറിനെ വെൽക്കം ചെയ്യുന്നു. ടൈം ആഡ്സ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ടീമിലെ സെബാസ്റ്റ്യൻ സാറിനെ വെൽക്കം ചെയ്യുന്നു. സുധീർ കർമ്മന സർ. ഓക്കെ, നമുക്ക് സാറിന് അറിയാൻ വിളിക്കാനുണ്ട്. സുധീരേട്ടനെ വീണ്ടും വിനോദവും സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സർ. ഐ ഇൻവൈറ്റ് യു ഓൺ സ്റ്റേജ്. ഓൾ റൈറ്റ്, ഓക്കെ. സോ നമുക്കിനി നമ്മളുടെ കർമ്മത്തിലേക്ക് നീങ്ങാൻ തോന്നുന്നു. ഐ ഗെസ് വി ആർ റെഡി. സിബി സർ ആൻഡ് ചാക്കോച്ചൻ ആൻഡ് മമ്മൂക്ക, പ്ലീസ് കം ഇൻ ഫ്രണ്ട്. മമ്മൂക്ക സർ, പ്ലീസ് കം ഇൻ ഫ്രണ്ട്. സർ, ഈ ഒരു CD നമ്മുടെ ചാക്കോച്ചേറിനും സിബി സാറിനും ഇത് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നല്ലൊരു കൈയടി. I request sir to please speak a few words before you leave. Sibi sir, please welcome, and Chakoshan, please welcome. എല്ലാവർക്കും നമസ്കാരം. ആസിഫിന്റെ സ്വന്തം ബാനറാണ്. ആസിഫിന്റെ വളർച്ച അടുത്തു നിന്ന് കണ്ട ഒരാളെന്ന നിലയിൽ ഈ ഒരു പുതിയ സംരംഭത്തിനും ആസിഫിന്റെ ആദ്യത്തെ നിർമ്മാണ സംരംഭത്തിന്റെ ഈ ഉദ്ഘാടന വേളയിൽ ഇവിടെ സന്നിഹിതനാവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അവരുടെ ആദ്യത്തെ ഈ സിനിമയ്ക്കും കോഹിനൂർ എന്ന് പറയുന്ന അവരുടെ പുതിയ ആദ്യത്തെ പ്രോജക്റ്റിനും എല്ലാ വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്റെ ഒരു സിനിമയിൽ ഞാൻ വീണ്ടും തിരിച്ചു വന്നപ്പോൾ എനിക്കൊരു ബ്രേക്ക് തന്ന സിനിമയാണ് ട്രാഫിക്. അതിലാണ് ആദ്യമായിട്ട് ആസിഫിന്റെ കൂടെ അഭിനയിക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നീടുള്ള ഒരു ഏകദേശം 5ഓളം സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു. അതിൽ മിക്കതും വിജയങ്ങളായിരുന്നു എന്നുള്ളതാണ് ഒരു ഏറ്റവും വലിയ സന്തോഷം തരുന്നൊരു കാര്യം.
അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് ഇഫ് എന്റെ ഒരു ലക്കി മാസ്കറ്റാണ്. അപ്പൊ അത് ഇപ്പോൾ കൈയടിക്കണം. ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ചൊരു പടം ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജമേറ്റ് യാഹു. അപ്പൊ അതിലും ആ ഒരു ഭാഗ്യം ഈശ്വരൻ അനുഗ്രഹിച്ച് തുടരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കോഹിനൂറിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാർ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന്റെ സംവിധായകൻ വിനയ്, പിന്നെ ആസിഫ്, അതുപോലെ നാജു, ഒരുപാട് ആൾക്കാർ, ചന്ദ്രൻ, വിനോദ്, ഇന്ദ്രജിത്ത്, ഒരുപാട് ആൾക്കാർ. പക്ഷെ ഇതിന്റെ പ്രൊഡക്ഷൻ ആസിഫ് ഏറ്റെടുക്കുമ്പോൾ എന്ത് ധൈര്യത്തിലാണ് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലേക്ക് വളർന്നത് എന്നുള്ളൊരു സങ്കോചം, ഒരു സംശയം എനിക്കുണ്ടായിരുന്നു. അത് ഇന്നലെ മാറിക്കിട്ടി. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇന്നലെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രിയങ്കനായ മമ്മൂക്കയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ലൊക്കേഷനിലെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഇവൻ മമ്മൂക്കയുടെ ഒരു മാസ്ക് കൊണ്ടിങ്ങനെ നിൽപ്പുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ പരിപാടി? മമ്മൂക്കയുടെ ബർത്ത്ഡേ വിഷയമാണ്. ആ ശരി, അപ്പൊ എങ്ങനെയാ ചെയ്യുന്നത്? ഒരു സംഭവം ഉണ്ടോ, ചാക്കോസിന്റെ കൂടെ നിൽക്കുമോ? നമ്മൾക്ക് നിൽക്കാം. അപ്പൊ ആദ്യമേ മമ്മൂക്കയുടെ ഒരു മാസ്ക് വെച്ചിട്ട് ആളെ നിർത്തിയിട്ട് ഇവൻ സംഭവം പറഞ്ഞു. മലയാള സിനിമയുടെ കോഹിനൂറിന് അവനെ ഇങ്ങനെ നോക്കി, രാജമ്മയുടെയും യാഹുവിന്റെയും ബർത്ത്ഡേ ജന്മദിനാശംസകൾ. അപ്പൊ ഈ കോഹിനൂർ എന്നുള്ളത് ഇതിന്റെ കൂടെ കയറ്റപ്പോ തന്നെ മനസ്സിലായി ഇവനൊരു നല്ലൊരു ബിസിനസ് അക്യൂമെന്റ് ഉള്ള ആളാണ്. അപ്പൊ അതിന്റെ പിന്നിൽ അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. അപ്പൊ എന്തായാലും ഒരു കലാകാരനും ഒരു ബിസിനസ്സുകാരനും കൂടെ ആയാൽ മാത്രമേ സിനിമയിലൊരു നിർമ്മാതാവ് എന്നുള്ള നിലയിൽ നമുക്ക് നിൽക്കാൻ സാധിക്കുള്ളൂ, സിനിമ വിജയിപ്പിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ എല്ലാ രീതിയിലും ഒരു കലാകാരൻ എന്നുള്ള നിലയിലും ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലയിലും ഒരു നല്ല നിർമ്മാതാവ് എന്നുള്ള നിലയിലേക്കും ആസിഫ് ഇനിയും ഉയരങ്ങൾ താണ്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഈ ജോഡി വീണ്ടും വിജയങ്ങളിലൂടെ കൂടുതൽ സന്തോഷങ്ങൾ നമുക്കും സിനിമയ്ക്കും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ് ടു ദ കോഹിനൂർ ടീം. എൻജോയ്. താങ്ക് യു. താങ്ക് യു ചാക്കോഷ. എന്നെ നമ്മൾ അടുത്ത പ്രാവശ്യം വിളിക്കാൻ പോകുന്ന അനിൽ സാറിനെയാണ്. അനിൽ സാർ, പ്ലീസ് വെൽക്കം ആൻഡ് സ്പീക്ക് എ ഫ്യൂ വേർഡ്സ്. ലൈറ്റൊക്കെ പാടെ ഒരു സൈക്കഡലിക് എഫക്റ്റ് ഉണ്ട്. ആസിഫിന്റെ ഈ ഫസ്റ്റ് പ്രോജക്ട്, അതിന് എല്ലാവിധ ആശംസകളും. കുറെ കാശുണ്ടാകുമ്പം എന്റെയും 2-3 സിനിമ എടുക്കുക, അവസരം തരാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. പിന്നെ ഈ ചിത്രത്തിലെ ഗാനരചന നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ഹരിനാരായണൻ സാറാണ്. അതോടൊപ്പം തന്നെ ഈ ചിത്രത്തിലെ സംഗീത സംവിധായകനായ രാഹുൽ സാറിനെയും രണ്ടുപേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ആസിഫിന്റെ ആദ്യത്തെ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ഞാൻ ഋതു. അപ്പോ ആസിഫ് ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിൽ എനിക്ക് സംഗീതം ചെയ്യാൻ അവസരം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ന്യൂ ജനറേഷൻ പാട്ടുകൾ മാത്രം ചെയ്യൂ എന്ന് വാശി പിടിച്ചിരുന്ന എന്നെ പിടിച്ച് നന്നാക്കാൻ തീരുമാനിച്ചു ആസിഫും വിനയും. ഒരു വിന്റേജ് മോഡുള്ള പാട്ടുകളും സംഗീതമാണ് ഇതിലുള്ളത്. അപ്പോ അതിലൊരു അങ്ങനൊരു ജേർണിയും ആ ഒരു ട്രാവലും ഒക്കെ ചെയ്യാനുള്ളൊരു അവസരം കിട്ടുകയും ഇതൊരു വലിയൊരു അവസരമാണ് എനിക്ക് കിട്ടിയത്. കാരണം ഞാൻ ഇതുവരെ പരീക്ഷിക്കാത്ത ഒരു തലം സംഗീതം എനിക്ക് പരീക്ഷിക്കാൻ സാധിച്ചു. ഐ എം റിയലി ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ഫോർ ദ ഹോൾ തിങ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ആസിഫ് അലി ആദ്യമായിട്ട് നിർമ്മാതാവുന്ന ആഡംസ് ഫിലിംസിന്റെ ഒരു സിനിമയിൽ എഴുതാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ രാവിലേട്ടന്റെ കൂടെ ആദ്യമായിട്ട് റിലീസ് ചെയ്യുന്ന പാട്ടാണ്. വിനയുടെ കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നു. ഇങ്ങനൊരു നല്ല 2 പാട്ടുകളിൽ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇതൊരു വിജയമായി തീരട്ടെ ഈ ചിത്രം എന്ന് ആശംസിക്കുന്നു. രണ്ടുപേർക്കും ആശംസകൾ നേരുന്നു. ഈ ചിത്രത്തിലെ സോങ്സ് നമുക്കറിയാവുന്നതുപോലെ
ആലപിച്ചിരിക്കുന്നത് മറ്റാരുമല്ല നമ്മളുടെ വിജയ് സാറും വിജേഷ്ദാസ് സാറും പിന്നെ വിനീത് ശ്രീനിവാസനുമാണ്. ദ മൾട്ടി ടാലന്റഡ് ദ മൾട്ടി ഫാസറ്റഡ് വിനീത് ശ്രീനിവാസനും കൂടിയാണ്. ബട്ട് we have Vijay with us. So അദ്ദേഹം ഇപ്പൊ ലൈവായിട്ട് ഒരു സോങ് നമുക്ക് വേണ്ടി ചിത്രത്തിലെ നമുക്ക് വേണ്ടി നമ്മുടെ മുന്നിൽ ഇപ്പം പാടാൻ പോവാണ്. വെൽക്കം ഓൺ സ്റ്റേജ്. നല്ലൊരു കൈഡിയായിട്ട് നമുക്ക് വിജയദാസിനെ സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. Belated wishes to Mamuka and Asif. Congrats on your dream come true and your team of Kohinoor. എല്ലാവർക്കും അതിൽ എനിക്ക് ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക്സ് ടു രാഹുൽ ഫോർ ഗിവിംഗ് മീ സച്ച് കുറെ സോങ്സ് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. രാഹുൽ നേരത്തെ പറഞ്ഞ പോലെ വളരെ മോഡേണൈസ്ഡ് അല്ലെങ്കിൽ സിമ്പിൾ type of tunes നമ്മൾ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ളത്. ഐ തിങ്ക് ദിസ് ഇസ് പ്രോബ്ലി ദി മോസ്റ്റ് കോംപ്ലെക്സ് സോങ് ദാറ്റ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ആൻഡ് ഹരിയുടെ മനോഹരമായിട്ടുള്ള വരികൾക്ക് നല്ലൊരു ട്യൂൺ ദാറ്റ് യു ഗിവൻ മീ ടു സിംഗ്. സോ ഐ ഡോണ്ട് നോ ഇവിടുത്തെ സൗണ്ട് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് വിൽ ട്രൈ പെർഫോമിംഗ് ദിസ്. ഫസ്റ്റ് ടൈം വി ഗോണ പെർഫോം ലൈവ്. സോ ട്രാക്ക് Sure. Yeah. Ready.
ബേസ് കുറയ്ക്കുക. കണ്ണിലായിരം മെഴുതിരി മിന്നിടുന്നപ്പോ മെല്ലെ വന്നു നീ ചിരിമലരാദ്യമേകവേ നിൻ ശിശിരങ്ങളിലെ വേദ പുലവേളയിൽ ഞാൻ മഴവില്ലിനിതളായി മാറി മിന്നൽ കൺചെമ്മും താരം പോലെ എന്നിൽ ചേരാമോ എന്നും കണ്ണേ ഹേമന്തമെൻ കൈക്കുമ്പിളിൽ തൂവും നിലാപ്പൂവു നീ പൂങ്കാറ്റ് പോ നിന്നുള്ളിലെ പൂഞ്ചില്ല തേടുന്നു ഞാനിതാ കിളിപാടുന്ന പാട്ടിന്റെ കാതിൽ കളിയോതുന്നു നിൻ വാക്കുപോലെ അതിലോലം അനുരാഗം തേന്മാരിയ. Thank you. ഈ ഒരു നിമിഷത്തിൽ ഞാൻ സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നത് I want to welcome none other than the director, the producers of the movie, and also director, producer, hero and heroine. എല്ലാവരെയും വേദിയിലേക്ക് വീണ്ടും ഞാൻ സ്വാഗതം ചെയ്യുന്നു. Please welcome director Vinay sir and the producers. Please, Brijesh. Vinay sir, please welcome. Alright, so Vinay sir, Kohinoor മൂവിനെ പറ്റി നമ്മൾ 2 സോങ്സും കണ്ടു, നമ്മൾ ട്രെയിലറും കണ്ടു. We just got a small outline. ബാക്കി എല്ലാം സസ്പെൻസ് ആണെന്ന് അറിയാം. But still, what do you want to speak about this movie? 2 വാക്ക്. എല്ലാവർക്കും നമസ്കാരം. മമ്മൂക്കയുടെ മുന്നിൽ നിന്ന് സംസാരിച്ച് വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക്. ഈ സിനിമ ചെയ്യാൻ ആസിഫിനോട് കഥ പറഞ്ഞപ്പോൾ ആസിഫിന് ഇഷ്ടപ്പെടുകയും ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ ആസിഫിന്റെ സുഹൃത്തുക്കൾക്ക് താല്പര്യമുണ്ടെന്ന് പറയുകയും ചെയ്തപ്പോൾ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള കുറെ ആൾക്കാർ ഒന്നിച്ചു ചേരുന്നു എന്നുള്ളതായിരുന്നു ഇതിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഇത് 1988 നടക്കുന്ന ഒരു കഥയാണ്. സോ ആ കഥ എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കഥ അറിയുന്ന, കഥയുടെ കൂടെ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ വേണം. സോ ഐ എം വെരി ഗ്ലാഡ് ദാറ്റ് ഐ ഗോട്ട് സച്ച് എ സപ്പോർട്ടീവ് പ്രൊഡ്യൂസേഴ്സ്. പിന്നെ ഇതിന്റെ മ്യൂസിക് ചെയ്ത രാഹുൽ 2 നല്ല പാട്ടുകൾ എനിക്ക് ചെയ്തു തന്നു. പിന്നെ ഇത് വിജയും വിനീതും വളരെ മനോഹരമായി പാടി തന്നിട്ടുണ്ട്. പ്രതീഷ് ഇതിന് വളരെ നന്നായിട്ട് ഷൂട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ ഓരോരുത്തരുടെയും പേരെടുക്കാൻ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ മറക്കും. സലിലും രഞ്ജിയും നല്ലൊരു കഥ എഴുതി തന്നു. അത് ഞാൻ വൃത്തിയായി ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണണം. September 24th റിലീസ് ചെയ്യുന്നത്. എല്ലാവർക്കും എന്റർടൈൻഡ് ആവാൻ സ്കോപ്പുള്ളൊരു സിനിമയാണ്. എൻജോയ് ചെയ്യുക. സിനിമ കണ്ടിട്ട് അഭിപ്രായങ്ങൾ വിലയേറിയത് അറിയിക്കുക. താങ്ക് യു. Thank you so much. All the best, Vinay sir. നമ്മളുടെ മറ്റാരുമല്ല, നമ്മളുടെ പുതുമുഖ നായിക അല്ല, പുതുമുഖമായിട്ട് ഈ ഒരു ചിത്രത്തിൽ ആദ്യമായിട്ട് യുവർ ഡെബ്യൂ മൂവി റൈറ്റ് അപർണ. ആൻഡ് യെസ്, സോ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും ത്രില്ലും ഒക്കെ ആയിട്ട് ഇരിക്കുകയായിരിക്കും അല്ലെ. ആദ്യം ഒരു മലയാള ചിത്രം കിട്ടി, ദാറ്റ് വിത്ത് സച്ച് എ ഗുഡ് പ്രൊഡക്ഷൻ ആൻഡ് ഓൾസോ വിത്ത് എ ഗുഡ് ലൈൻ ഓഫ് ആക്ടേഴ്സ് ആസ് വെൽ. സോ യു ഗോട്ട് എ ഗുഡ് പ്ലാറ്റ്ഫോം. സോ അതിന്റെ ആ ഒരു ത്രില്ലിലും എക്സൈറ്റ്മെന്റിലും ഒരുപാട് പറയാനായിട്ട് കാണും. ബട്ട് വാട്ട് ഇസ് ദാറ്റ് യു ക്യാൻ ടെൽ us at this point of time? Please, 2 വാക്ക്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ആദ്യമേ ഞാൻ നന്ദി പറയുന്നു. ഇത്രയും പേരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറച്ച് ടെൻഷനുണ്ട്. മമ്മൂക്കയെ കാണാൻ പറ്റിയതിലും ഇവിടെ എത്തിയ എല്ലാ സ്റ്റാർസിനെയും കാണാൻ പറ്റിയതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇതെന്റെ ഫസ്റ്റ് കമേഴ്ഷ്യൽ മൂവിയാണ്. ഇത് നന്നായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിന്റെ മെയിൻ റീസൺ ഈ നിൽക്കുന്ന ഡയറക്ടർ സാറാണ്. ഭയങ്കര പേഷ്യന്റ് ആണ്. ഞാൻ എത്ര റീടേക്സ് പറഞ്ഞാലും കുഴപ്പമില്ല, യു ക്യാൻ ഡു ഇറ്റ്. വിശപ്പിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, അതൊഴിച്ചാൽ
ഭയങ്കര സഹനശക്തിയുള്ള ഒരു ഡയറക്ടറാണ്. താങ്ക്സ് ടു വിനയ് ഗോവിന്ദ് സർ. പിന്നെ എന്റെ കോസ്റ്റാർ അസിക്കനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. എന്നെ കൊണ്ട് കുറെ പാടുപെട്ടിട്ടുണ്ട്, സോറി ഫോർ ദാറ്റ്. പിന്നെ എനിക്ക് അവസരം തന്ന എന്റെ പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടർ അസിക്ക, പിന്നെ എല്ലാ റൈറ്റേഴ്സ്, എവ്രിബഡി, താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. ഓൾ ദ ബെസ്റ്റ് അപർണ. ഈ ഒരു മൂവി നല്ലൊരു വാതിൽ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ തുറക്കാനായിട്ട് സാധിക്കട്ടെ. വിഷ് യു എ വെരി ഗുഡ് ലക്ക്. ആസിഫിക്ക, നിർമ്മാണവും അതോടൊപ്പം തന്നെ നായകനും ഒരുപാട് ഇപ്പം പറയാൻ കാണില്ലേ? അല്ല, എനിക്ക് ഈ അവസരം ഞാൻ നന്ദി പറയാനായിട്ട് ഉപയോഗിക്കുന്നു. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് എന്ത് ചെയ്യും എന്ന് എൻ്റെ വീട്ടുകാർക്കും എനിക്കും ഒക്കെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ടൈമിൽ ഞാൻ സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും ഒക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. തീർച്ചയായിട്ടും സിനിമയിൽ വരാനും സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചാൻസ് കിട്ടുമെന്നൊക്കെ ഉള്ളൊരു പേടി എനിക്കും എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ പടച്ചവന്റെ അനുഗ്രഹം കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ഒരു 6 വർഷം പോയി. അത് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സിബി സാർ ഈ ചടങ്ങിൽ വന്നതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ 3 സിനിമകൾ സാറിന്റെ കൂടെയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഞാൻ സാറിലൂടെയാണ് പഠിച്ചത്. ഒരു ഗുരുസ്ഥാനത്താണ് ഞാൻ കാണുന്നത്. പിന്നെ മമ്മൂക്ക, ഞാൻ സിനിമ കാണുന്ന കാലം മുതൽ ഞാൻ നിങ്ങളുടെ ഫാനാണ്. ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും മമ്മൂക്കയുടെ ഫാനാണ്. ഞാൻ ഇന്ന് ഈ ഫംഗ്ഷന്റെ കാര്യം ഞാൻ മമ്മൂക്കാനെ വിളിച്ച് പറഞ്ഞപ്പോൾ ശരിക്കും മമ്മൂക്കക്ക് തൃശ്ശൂരായിരുന്നു ഷൂട്ട്. ആ ഷൂട്ട് ക്യാൻസൽ ചെയ്തിട്ടാണ് മമ്മൂക്ക ഇന്ന് ഇവിടെ വന്നത്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. ശരിക്കും ഇവിടെ എനിക്ക് ഒരുപാട് ഇൻസ്പിറേഷനാണ്. ഞാൻ മമ്മൂക്കനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഞാൻ മമ്മൂക്കടുത്ത് ചോദിച്ചൊരു കാര്യമുണ്ട്. മമ്മൂക്ക സിനിമയിൽ അഭിനയിച്ചപ്പോൾ വീട്ടുകാരുടെ റിയാക്ഷൻ എന്തായിരുന്നു? വീട്ടുകാർ എന്ത് പറഞ്ഞു? അവർ സപ്പോർട്ട് ചെയ്തോ? അന്ന് മുതൽ അറിയാതെയോ അറിഞ്ഞോ ഒക്കെ മമ്മൂക്ക ഒരുപാട് എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും മമ്മൂക്ക അറിഞ്ഞിട്ടാണെങ്കിലും അറിയാതാണെങ്കിലും എനിക്ക് ഒരുപാട് ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്. അത് എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചാക്കോച്ചൻ പറഞ്ഞ പോലെ ചാക്കോച്ചന്റെ കൂടെ ഒരുപാട് സിനിമ ഞാൻ ചെയ്തു. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇന്നലെ കോഴിക്കോട് നിന്ന് സിനിമ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഓഫ്കോഴ്സ് ലിജോ ചേട്ടൻ, ചാച്ചു ഞങ്ങള് സപ്തമശ്രീ ചെയ്യുമ്പോൾ ചാച്ചു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു വലിയ വലിയ നിലയിൽ നീ എത്തണം സിനിമയിൽ. ഒരുപാട് അനുഗ്രഹം ചാച്ചുവും ചാച്ചുവിന്റെ അമ്മയും എല്ലാവരും എന്നെ ഒരു കുടുംബാംഗം പോലെ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ഒരുപാട് ടെൻഷനുണ്ട്. കാര്യം ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു അവസരത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ എത്തിയ ഓരോരുത്തർക്കും എൻ്റെ എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ഈ 2 സുഹൃത്തുക്കൾ സജനും പ്രജീഷും, ഇവരുടെ പേരൻസ്, എല്ലാവരോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും ഇന്ന് ഞാനിവിടെ നിൽക്കുന്ന ഈ അവസരം നിങ്ങളെല്ലാവരും എനിക്ക് തന്ന ഭാഗ്യമാണ്, അനുഗ്രഹമാണ്. താങ്ക് യു സോ മച്ച്. ഇതിന് കഴിഞ്ഞിട്ട് ഭക്ഷണമുണ്ട്, എല്ലാവരും ഭക്ഷണം കഴിഞ്ഞിട്ട് പോവുള്ളൂ. ഞാൻ ഇതിൽ കൂടുതൽ സംസാരിച്ച് ചിലപ്പോൾ എന്റെ കയ്യിൽ നിന്ന് പോകും. താങ്ക് യു. So, thank you so much, Vinay sir. I wish you, the entire team, very, very good luck. And also, Asifika, ഒരു പുതിയൊരു പ്രൊഡക്ഷൻ ഹൗസ് ആണ്, ആഡംസ് വേൾഡ് ഓഫ് ഇമാജിനേഷൻ. സോ അതിനും ഐ വിഷ് എ വെരി ഗുഡ് ലക്ക്. ആദ്യത്തെ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്തു. ഇതൊരു വൻ വിജയമാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. സെപ്റ്റംബർ 24 മൂവീസ് എല്ലാം തിയേറ്ററിലെത്തും. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഈ ചിത്രം ഒരു വിജയമാക്കണം. യെസ്, ഞാൻ ഒരാളുടെ കാര്യം പറയാൻ മറന്നുപോയി. ടൈമാക്സ് സെബാസ്റ്റ്യൻ ചേട്ടൻ ഒരുപാട് കോഹിനൂരിനും ഞങ്ങൾ ആഡംസിനും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്. ഒരു പ്രൊഡക്ഷൻ ഇറങ്ങാനുള്ള എല്ലാ ധൈര്യവും തന്നത് നിങ്ങളാണ് സെബാസ്റ്റ്യൻ സാർ. ഈ അവസരത്തിൽ ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. താങ്ക് യു സോ മച്ച്. ഓൾ റൈറ്റ്. സോ അങ്ങനെ സെപ്റ്റംബർ 24 നമ്മൾ തിയേറ്റേഴ്സിലെല്ലാം എത്തും. എല്ലാവരും തിയേറ്റേഴ്സിൽ തന്നെ പോയി കാണണം. ഇതൊരു വൻ വിജയമാക്കണം ഈ സിനിമ. ആൻഡ് നോട്ട്ലി ഈ സിനിമയുടെ കൂടെ തന്നെ നമ്മളുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പുതിയതായി വന്ന ഒരുപാട് പേരുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മളുടെ ഈ ഒരു ബാനർ, നമ്മുടെ ആഡംസ് വേൾഡ്, ഇതൊരു പുതിയൊരു പ്രൊഡക്ഷൻ ഹൗസ് ആണ്. നിങ്ങൾ എല്ലാവരുടെ പ്രോത്സാഹനം ഇത് നൽകണം. ആൻഡ് ഓൾസോ അവർ വെരി ബ്യൂട്ടിഫുൾ ആക്ട്രസ്, നിങ്ങളെല്ലാവരും 2 കൈ നീട്ടി നമ്മളുടെ ഗാനങ്ങളെ സ്വീകരിച്ചതുപോലെ തന്നെ നമ്മളുടെ സിനിമയും നമ്മളുടെ അതിൽ വർക്ക് ചെയ്ത എല്ലാ അണിയ പ്രവർത്തകന്മാരെ എല്ലാവരെയും സ്വീകരിക്കുമെന്ന് ഞാൻ ആശംസിക്കുന്നു. എന്നങ്ങനെ എല്ലാം നന്നായി നടക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. I wish the entire team a very good luck. So once again, a very big round of applause for this wonderful movie.
പ്രത്യേകിച്ച് നന്ദി പറയാനുള്ളത് നമ്മുടെ സ്വന്തം സാറിനോടാണ്, മമ്മൂട്ടി സാറിനോടാണ്, ഫോർ ബ്രേക്കിംഗ് ഹിസ് സ്കെഡ്യൂൾ ആൻഡ് കമ്മിങ് ഓവർ ഫോർ ദ ഫംഗ്ഷൻ. ഒരുപാട് നന്ദി. അതോടൊപ്പം തന്നെ ചാക്കോച്ചൻ, നമ്മുടെ വിജയ് ദാസ് സാർ, ഒരുപാട് പേര്, സിപ്പി സാർ, എല്ലാവരും ഈ ഒരു ചടങ്ങിന് വന്നു. നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ അനുഗ്രഹങ്ങളായിട്ട് എടുക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ വെരി ഹംബിൾ പാർട്ട് ഓഫ് ദിസ് ഫംഗ്ഷൻ. ഇനിയും നമ്മളുടെ പറയാനുള്ളത്, നമ്മളുടെ വീഡിയോസ് ഇവിടെ പ്ലേ ആയിക്കൊണ്ടിരിക്കും. സോ ദോസ് ഹു വാണ്ട് ടു എൻജോയ് ദ വീഡിയോ നമുക്ക് ഹാളിൽ ഇരുന്ന് എൻജോയ് ചെയ്യാവുന്നതാണ്. ആൻഡ് വൺസ് ആൻഡ് ഓൾ നമ്മുടെ ട്രെയിലർ അലോങ് വിത്ത് അവർ സോങ് വീഡിയോസ് ഇവിടെ പ്ലേ ആയിക്കൊണ്ടിരിക്കും. And hope you will all enjoy the movie. Very good luck once again. Thank you so much. നമ്മളുടെ ഔട്ട്സൈഡിൽ ബുഫേ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും ഭക്ഷണം കഴിഞ്ഞേ പോവാവൂ. താങ്ക് യു വൺസ് അഗെയിൻ ഫോർ യുവർ ലവ്ലി പ്രസൻസ്. എല്ലാവരും വീണ്ടും ഒരു സ്നേഹം നിറഞ്ഞ ഒരു നന്ദി വാക്ക് നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട്. ഹാവ് എ നൈസ് ഈവനിങ് അഹെഡ്. ഹേമന്തമൻ കൈക്കുമ്പിളിൽ തൂവുന്നിലാപ്പൂമീ പൂങ്കാറ്റ് പോ നിന്നുള്ളിലെ പൂഞ്ചില്ല തേടുന്നു ഞാനിതാ കിളിപാടുന്ന പാട്ടിന്റെ കാതിൽ കളിയോതുന്ന വാക്കുപോലെ അതിലോലം അനുരാഗം തേന്മാരിയ ചേട്ടാ നിന്റെ മൗനവും മൊഴിയുടെ തുള്ളിയേകവേ എന്നും ഈ വഴി കനവോട് കാത്തിരുന്നു ഞാൻ. എൻ നിമിഷങ്ങളാനന്ദ ശലഭങ്ങളാ ഇന്നലയൊന്നു നിന്നോർമ്മയാ